നമസ്കാരം. സുഖല്ലേ? സുഖമാണോ? എങ്ങനെയാ പറയാ? എനിക്ക് സുഖമാണ്. ഓക്കെ, ടീച്ചറിൻ്റെ സന്തോഷമാണ് കേട്ടോ. ടീച്ചറിൻ്റെ കുട്ടികൾക്ക് സുഖമാണെന്ന് പറയുന്നതും ഹാപ്പി ആയിട്ടിരിക്കുന്നു പറയുന്നതൊക്കെ ടീച്ചറിനും സന്തോഷമാണ്. ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ പഠിച്ചത് ചിഹ്നങ്ങളാണ് അല്ലേ? സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാലും ഈ ക്ലാസ്സിൽ നമുക്കൊന്നും കൂടെ അതൊന്ന് പഠിച്ചതൊക്കെ ഒന്നും കൂടെ ഓർത്തെടുക്കാം. ടീച്ചർ ബാക്കിൽ ചാർട്ട് ഇട്ടിരിക്കുന്ന കണ്ടോ? ഓരോ അക്ഷരങ്ങളും ഓരോ സ്വരാക്ഷരവും അതിൻ്റെ ചിഹ്നമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, നമുക്കറിയാം. എന്നാലും നമ്മളതൊന്ന് ഒരുമിച്ച് ഒന്ന് കണ്ടു നോക്കിയാലോ? ഒരുമിച്ചൊന്ന് കാണാം, ഒരുമിച്ചൊന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതേതാണ് അക്ഷരം? ആ. ആക്കി പ്രത്യേകിച്ച് ചിഹ്നമൊന്നുമില്ല, അതങ്ങനെ തന്നെയാണ് പറയുന്നത്. ഏതൊരക്ഷരം എഴുതിയാലും അതങ്ങനെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിയേ, നമ്മളിവിടെ ഈ ആ എന്ന സ്വരം പോലെ നമ്മൾ എഴുതുകയാണ്. എന്ത്? താ എഴുതുകയാണ്. പ്രത്യേകിച്ച് ചിഹ്നമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആ. കണ്ടോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ എന്ന അക്ഷരം അതിൻ്റെ ചിഹ്നം. നമുക്ക് ഉദാഹരണം എഴുതിയതുപോലെ എഴുതി നോക്കാം. കണ്ടോ? താ എഴുതി ആ എന്ന ചിഹ്നം നമ്മൾ ചേർത്തു. ഓക്കെ, അടുത്തത് ഈ. അപ്പം എങ്ങനെയാ? താ എന്ന അക്ഷരം എഴുതി ഈയുടെ ചിഹ്നം നമ്മൾ ചേർക്കുന്നു. എങ്ങനെയാ വായിക്കുക? തീ. കണ്ടോ? അടുത്തത് ഈ എന്ന് പറഞ്ഞേ. അപ്പം എങ്ങനെയായിരിക്കും? താ എഴുതുന്നു, നമ്മൾ ഈ ചിഹ്നം എഴുതുന്നു, തീ എന്ന് നമ്മൾ വായിക്കുകയാണ്. കണ്ടോ? അടുത്തത് ഉ എന്ന അക്ഷരം അതിൻ്റെ ചിഹ്നം. അപ്പം നോക്കുക, താ എഴുതി ഊ. കണ്ട? ഊൻ്റെ ചിഹ്നം എഴുതി. തൂ. കണ്ട? നെക്സ്റ്റ് ഊ, അതിൻ്റെ ചിഹ്നം നമ്മൾ എഴുതിയിട്ടുണ്ട്. എക്സാമ്പിൾ എഴുതാം. തൂ. കിട്ടിയാ? ഓക്കെ, അടുത്തത് റ്. റ് എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നമാണ്. അപ്പം എങ്ങനെ എഴുതാം? താ എഴുതുന്നു, കണ്ട? തൃ. തൃ. എന്താണ്? തൃ. അടുത്തത് എ. എയുടെ ചിഹ്നം എങ്ങനെയാ? കണ്ടോ? എയുടെ ചിഹ്നം എവിടെയാണ്? നമ്മൾ അതുപോലെ ഈ ചിഹ്നം എഴുതുന്നു, ശേഷം താ എഴുതുന്നു. അപ്പം എന്തായി? തേ. എന്താണിത്? തേ. നെക്സ്റ്റ് നമുക്ക് എഴുതാം. അടുത്ത ഏതാണ്? തേ വരെ നമ്മൾ എഴുതി. എ. എയുടെ ചിഹ്നം വരെ നമ്മൾ എഴുതി. അടുത്തത് എ. നോക്കുക, ചിഹ്നം നമ്മൾ എഴുതി, ശേഷം താ എഴുതി. എന്താണ്? തേ. കണ്ട? അടുത്തത് പഠിച്ചത് ഐ. അപ്പം എങ്ങനെയാണ്? ഐയുടെ ചിഹ്നം ഇങ്ങനെ എഴുതുന്നു, താ എഴുതും. തൈ. കണ്ട? തൈ. അടുത്ത അക്ഷരം ഓ. അപ്പം എങ്ങനെ എഴുതുക? ഇത് എഴുതുന്നു, താ എഴുതി, ചിഹ്നം കംപ്ലീറ്റ് എഴുതി, ഓ. അപ്പം തോ. നെക്സ്റ്റ് ഓ. അപ്പം എങ്ങനെ എഴുതും? ഈ ചിഹ്നം എഴുതും, സെൻറ്ററിൽ താ എഴുതുന്നു, ഇങ്ങനെ എഴുതും. എന്താണ്? തോ. അടുത്തത് ഔ. ഔൻ്റെ ചിഹ്നമാണ്. അപ്പോൾ താ എഴുതും, ഈ ചിഹ്നം നമ്മൾ എഴുതുന്നു, തൗ. ഓക്കെ, ഇവിടെ എന്താണ്? താ എഴുതുന്നു, ഈ ഒരു ചിഹ്നം ഇടുന്നു, തം. അടുത്തത് താ എഴുതി, ചിഹ്നം 2 തവണ എഴുതുന്നു, താ. താ. കണ്ടോ? കിട്ടിയില്ലേ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചിഹ്നത്തിന് പറയുന്ന പേര് മറക്കരുത്. എന്താണ്? അനുസ്വാരം. എന്താണ് ചിഹ്നത്തിൻ്റെ പേര്? അനുസ്വാരം. ഈ ചിഹ്നത്തിൻ്റെ പേര് അനുസ്വാരം. ഈ ചിഹ്നത്തിൻ്റെ പേരെന്താണ്? 2 തവണ എഴുതുന്ന ഈ ചിഹ്നത്തിൻ്റെ പേരെന്താണ്? വിസർഗം. പറഞ്ഞേ,
വിസർഗം. ഇത് അനുസ്വാരം, ഈ ചിഹ്നം വിസർഗം. കിട്ടിയോ? ഇനി ബാക്കി അക്ഷരങ്ങളൊക്കെ ടീച്ചർ പഠിപ്പിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പഠിച്ച അക്ഷരങ്ങൾ വെച്ച് നമുക്ക് എഴുതി നോക്കാം. വേറെ വേറെ ക്ലാസ്സിൽ ടീച്ചർ അത് പറഞ്ഞു തരാം. ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ചിഹ്നങ്ങൾ ചേർത്ത് നമുക്ക് എഴുതാം. തിരക്ക് പിടിക്കണ്ട, തിരക്ക് കൂട്ടണ്ട. പഠിച്ചത് മനസ്സിൽ തറവാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെ പഠിച്ചത് നന്നായിട്ട് പഠിക്കുക, സമയമെടുത്ത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ശുഭദിനം. ബൈ.